പിതൃമോക്ഷ പുണ്യം തേടി ഇന്ന് നൂറുകണക്കിന് ആളുകളാണ് തൂതപ്പുഴയോരത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് കർക്കിടക വാവാണ്. പിതൃസ്മരണയിൽ നൂറുകണക്കിന് ആളുകൾ ഇന്ന് ഈ തൂതപ്പുഴയോരത്തെ കാളികടവ് ക്ഷേത്രത്തിലേക്ക് ബലിതർപ്പണത്തിന് എത്തിയിരിക്കുന്ന കാഴ്ചകളാണ് പ്രിയ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൽ തന്നെ ഇന്ന് ഈ കർക്കിടക വാവ് ബലി ഈ ദിവസം എല്ലാവരും ഒരേ സമയം ഒരേ മനസ്സോട് കൂടിയിട്ട് പിതൃക്കൾക്ക് മോക്ഷം കിട്ടാൻ വേണ്ടിയുടെ ബലിതർപ്പണം നടത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചെർപ്പളശ്ശേരിക്കടുത്ത് തൂതപ്പുഴയോരത്ത് കാളികടവ് ക്ഷേത്രത്തിലാണ് ഇന്ന് നമ്മളിപ്പോൾ ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിൽ രാവിലെ 4 മണിക്ക് തുടങ്ങിയ തിരക്കാണ്. 4 മണിക്ക് തന്നെ ബലിതർപ്പണത്തിൻ്റെ പരിപാടി ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഒരേ മനസ്സോടു കൂടി ഒരു മോക്ഷം കിട്ടാൻ, ഈ പിതൃക്കൾക്ക് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇന്ന് കർക്കിടക വാവ് പ്രത്യേക ദിവസമാണ്. ഇന്നാണ് ബലിതർപ്പണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന. നേരത്തെ പറഞ്ഞ പുലർച്ചെ 4 മണിയോടുകൂടി ക്ഷേത്രത്തിലെത്തുന്നു. ആ ക്ഷേത്രത്തിന് തീരത്ത് തന്നെ പുഴയുണ്ട്. ആ പുഴയോരത്ത് കുളിച്ച് എല്ലാവരെയും ഒരു ആത്മസമർപ്പണത്തിന് വേണ്ടി, പിതൃക്കൾക്ക് വേണ്ടി മോക്ഷം കിട്ടാൻ വേണ്ടി ബലിതർപ്പണ ചടങ്ങുകൾ നടത്തുക എന്നുള്ളതാണ്. രാവിലെ നേരത്തെ എത്തിയാണ്. ഇപ്പോഴും ക്യൂ കഴിഞ്ഞിട്ടില്ല. എപ്പോൾ എത്തി? കുറച്ച് നേരമായി അല്ലേ? അപ്പോൾ ഇന്നൊരു പ്രത്യേക ദിവസമാണ്. അപ്പോൾ അതിന് പ്രത്യേക എന്താ പറയുക, നോമ്പൊക്കെ എടുക്കണം അല്ലേ? അപ്പോൾ എന്തായാലും എല്ലാവരും നേരത്തെ പറഞ്ഞതുപോലെ നോമ്പൊക്കെ എടുത്ത് കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടാണ് ഇന്ന് ഇവിടെ പിതൃമോക്ഷ പുണ്യം തേടി ഇന്ന് വാവ് ബലിക്ക് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ നേരത്തെ വലിയ ക്യൂ ആയിരുന്നു. 4 മണിക്ക് തുടങ്ങിയ ക്യൂ ആണ്. ഇന്ന് കർക്കിടക വാവ് ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ട് മഴയൊക്കെ പെയ്തിട്ടുണ്ട് രാവിലെ. ആ മഴയൊക്കെ കൊണ്ടിട്ടാണ് ഞങ്ങളും വന്നത്. ഇവിടെ നിൽക്കുന്നവരും മഴയൊക്കെ കൊണ്ട് നിൽക്കുന്നതാണ്. എല്ലാവരും വലിയ നീണ്ട ക്യൂ ആണ്. 4 മണിക്ക് ആരംഭിച്ച ക്യൂ ആണ്. എല്ലാവരും എത്തിയിരിക്കുകയാണ്. രാവിലെ നേരത്തെ എത്തി. അപ്പോൾ ഇന്ന് കർക്കിടകമാണ്. ഇന്ന് മഴ പെയ്യുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. പെയ്തു. ശരിക്കും എല്ലാവരും പറയുന്നത് എന്താ അറിയോ, ഒരു വാവ് ഇന്ന് കർക്കിടക വാവായതൊരു മഴ പെയ്യണമെന്നാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഴ ഏതാ ഈ കൊല്ലം മഴ കമ്മിയാണ്. പിന്നെന്താ, ഇന്ന് മഴ പെയ്യും. അക്കരയ്ക്ക് പാറില്ല എന്നാ പറയാ. അതാണ് അതിന്റെ ഒരു ഐതിഹ്യം. അങ്ങനെയാണ്. അപ്പോൾ ആ ഭാഗത്താണ് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നേരത്തെ പറഞ്ഞ പോലെ 4 മണിക്ക് തുടങ്ങിയ ബലിതർപ്പണ ചടങ്ങാണ്. ആ ചടങ്ങിലേക്ക് തന്നെ ഇഷ്ടംപോലെ ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കുറേ ആളുകളൊക്കെ ഈ ബലിതർപ്പണ ചടങ്ങുകൾ കഴിഞ്ഞ് അവരെല്ലാവരും വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. രാവിലെ 4 മണിക്ക് തുടങ്ങിയ ഈ ചടങ്ങുകൾ വളരെ ഭംഗിയായിട്ട് തന്നെ ഇവിടെ നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാന. പോലീസ് സുരക്ഷയോട് കൂടിയിട്ടാണ് ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത്. ഈ പുലർച്ചെ 4 മണിക്ക് 3:30 മണിക്ക് തന്നെ ക്ഷേത്രത്തിലേക്ക് ആളുകൾ എത്തുകയും ആ ക്ഷേത്രത്തിലേക്ക് ആളുകൾ എത്തുകയും അവർക്ക് വേണ്ട എല്ലാ കൈകാര്യങ്ങളും ചെയ്യുകയും ഇവിടുത്തെ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ, ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും വലിയ രീതിയിലുള്ള സഹകരണത്തോടു കൂടിയിട്ട് തന്നെയാണ് ഈ ഒരു ബലിതർപ്പണ ചടങ്ങുകൾ നടന്നിരിക്കുന്നത്. പ്രിയ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് കാളികടവ് ക്ഷേത്രത്തിലെ ബലിതർപ്പണ ചടങ്ങുകളാണ്. നിരവധി ആളുകൾ പുലർച്ചെ 4 മണി മുതൽ തന്നെ ക്ഷേത്രത്തിലെത്തി ബലിതർപ്പണ ചടങ്ങുകൾ നടത്തുന്നു. അതുപോലെ തന്നെ തൊട്ടടുത്ത് തൂതപ്പുഴയാണ്. തൂതപ്പുഴയിലേക്ക് ഇറങ്ങുന്നത് കർശന നിയന്ത്രണത്തോടു കൂടിയിട്ടാണ്. കാരണം മഴയാണ്. മഴ പെയ്ത് വലിയ രീതിയിലുള്ള അപകടങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ രീതിയിലുള്ള സുരക്ഷ ഈ ക്ഷേത്ര കമ്മിറ്റി ആളുകൾ, ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ എല്ലാവരും ചേർന്ന് ഒരുക്കിയിട്ടുണ്ട്. ദൃശ്യങ്ങളിലേക്ക് ചന്ദ്രസൗര പ്രീത്യാർത്ഥം അമാവാസി ശ്രാദ്ധക്രിയാർത്ഥം കാളികടവ് നദീതീരെ പിണ്ഡസ്ഥാനെ ആചാര്യമുഖേന ദർഭാസനം ആദികരിഷ്യേ നമ. ആ ദർഭപ്പുല്ല് ഇടത് ഭാഗത്തുള്ളവരുടെ നടുക്ക് വയ്ക്കാം. നാളിൽ ആണ്ട് ശ്രാദ്ധം കഴിക്കുന്നവരുണ്ടോ? വാർഷിക ശ്രാദ്ധം. 2 തുള പുഷ്പം, ചന്ദനം, 2 മണി അരി എടുക്കുക, തൊഴുത് പിടിക്കുക. പൂവ്, ചന്ദനം, അരി എടുക്കുക, തൊഴുത് പിടിക്കുക. ഇന്ന് അമാവാസി ശ്രാദ്ധം കഴിക്കുന്നവർ
നമ്മുടെ അച്ഛന്റെയും അമ്മയുടെയും കുലങ്ങളിൽ നാം അറിഞ്ഞ പിതൃക്കളുടെ ആത്മശാന്തിക്കായി ഇന്ന് കർക്കിടക വാവുബലി ദിവസം നിരവധി ആളുകളാണ് ക്ഷേത്രത്തിനകത്ത് വന്ന് ക്ഷേത്രത്തിൽ വന്ന് ബലി നടത്തുന്നത്. ഇവിടെ ഒരു ഫാമിലി നമുക്കൊപ്പം ചേരാണ്. എപ്പോൾ വന്നു രാവിലെ? ഞങ്ങള് 5 മണിന്റെ മുന്നെത്തിയത്. രാവിലെ എല്ലാ വർഷവും ചെയ്യാറുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വരലുണ്ട്. എന്താണ് തോന്നുന്നത്? കഴിഞ്ഞ തിരക്ക് കൂടുതലാണോ? ഇപ്രാവശ്യം നല്ല തിരക്കുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ നേരത്തെ ചേച്ചി പറഞ്ഞതുപോലെ ഒരു 1, 3, 2, 3, 4 ഘട്ടങ്ങളിലായിട്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ. കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ തിരക്കാണ് ഇപ്രാവശ്യം. നേരത്തെ പുഴയിലേക്ക് ഇറങ്ങാനുള്ള അത് നിയന്ത്രണമുണ്ട്. ഇപ്പൊ പോലീസുകാരും അവരൊക്കെ ചെക്കിങ്ങും ഒക്കെ ഉണ്ട്. അവിടെ എല്ലാ സജ്ജീകരണത്തോടെ തന്നെയാണ്. നേരത്തെ എല്ലാവരും പറയുന്നുണ്ട് മനസ്സ് നിറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. അതെ, മനസ്സ് നിറഞ്ഞു പോകും. നമുക്കിവിടെ വന്ന് നമുക്ക് പ്രത്യേക ഒരു മനസ്സിനൊരു സന്തോഷവും തൃപ്തിപ്പെടും. ഏതായാലും വലിയ രീതിയിൽ പിതൃതർപ്പണം നടത്തുമ്പോൾ മനസ്സ് നിറഞ്ഞിട്ട് വേണം ഇവിടുന്ന് പോകാൻ. കാരണം അവർക്ക് മോക്ഷം കിട്ടിയെന്ന് നമുക്ക് കൂടി തോന്നിയ ശേഷം വേണം ഇവിടുന്ന് പോകാൻ. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ 3:30 മുതൽ ഇവിടെ നിൽക്കുന്ന ഈ ക്യൂ ഈ സമയം കഴിഞ്ഞിട്ടും ക്യൂ കഴിഞ്ഞിട്ടില്ല. ഇവിടെ എല്ലാവരും ഭയങ്കര സജീവമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പോഴും വലിയ രീതിയിലുള്ള ഒരു ക്യൂ തന്നെയാണ് ഈ ക്ഷേത്രത്തിനകത്ത് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അവിടെ എല്ലാവരും കമ്മിറ്റി ഭാരവാഹികൾ എല്ലാവരും ഭയങ്കര സജീവമായിട്ട് തന്നെ അവരെല്ലാ രീതിയിലും ആളുകൾക്ക് കൃത്യമായിട്ട് വന്ന് ഇവിടെ ബലി നടത്താനുള്ള ബലിതർപ്പണത്തിനുള്ള എല്ലാ രീതിയിലുള്ള ക്രമങ്ങളും കൃത്യമായിട്ട് അവർ പാലിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എത്ര തിരക്കാണെങ്കിലും ആ തിരക്കുകളെല്ലാം നിയന്ത്രിച്ച് കൃത്യമായിട്ട് തന്നെ അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിട്ടുണ്ട് കമ്മിറ്റി, ഈ ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾ. ഒരു വലിയ പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലത്താണ് കാറൽമണ്ണ ക്ഷേത്രത്തിലെ ഈ കാറൽമണ്ണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വലിയ രീതിയിലുള്ള ഒരു പാറക്കെട്ടുകൾക്കിടയിലുള്ള ഒരു ക്ഷേത്രമാണ് കാറൽമണ്ണ ക്ഷേത്രം. തൊട്ട് താഴെ തൂതപ്പുഴയാണ് ഒഴുകുന്നത്. ആ തൂതപ്പുഴയുടെ ഭംഗിയും നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ ആ പുഴയിലേക്ക് ഇറങ്ങുന്നതിന് കർശന നിയന്ത്രണങ്ങളുണ്ട്. നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥർ നമ്മോട് പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള തിരക്കുള്ളത് കൊണ്ട് തന്നെ നിയന്ത്രണ വിധേയമായിട്ട് തന്നെയാണ് ആളുകളെ പുഴയിലേക്ക് ഇറക്കുന്നതും. ഇവിടെ രാവിലെ മുതലൊക്കെ വന്ന ആളുകളാണ്. നേരത്തെ എത്തിയോ? നേരം വൈകി തിരക്കുള്ളത് കൊണ്ട് നേരത്തെ വന്നതാ. എല്ലാവരും പറയുന്നത് എല്ലാ വർഷത്തെയും പോലെ ഇപ്രാവശ്യം തിരക്ക് കൂടുതലാണ്. തിരക്ക് കൂടുതലാണ്. എന്തായാലും നല്ല രീതിയിൽ ബലിതർപ്പണം നടത്താൻ കഴിയട്ടെ. കഴിയട്ടെ. എല്ലാവരും നേരത്തെ പറഞ്ഞതുപോലെ ബലിതർപ്പണത്തിനുള്ള ആളുകളൊക്കെ എല്ലാവരും ഇവിടെ എത്തി. അവർ തന്നെ ഈ കമ്മിറ്റി ആളുകളുണ്ട്. എല്ലാവരും സജ്ജീകരിച്ച ഒരു രീതിയിൽ തന്നെയാണ് ബലിതർപ്പണത്തിന് പോകുന്ന ആളുകളാണ്. കഴിഞ്ഞോ? എപ്പോ വന്നു? ഞങ്ങളൊരു 7 മണിക്ക് എത്തി. 7 മണിക്ക്. നേരത്തെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്രത്തിന്റെ ഭംഗിയും അതുപോലെ തന്നെ ഏറ്റവും നല്ല രസമുള്ള സ്ഥലത്താണ് ക്ഷേത്രം നിൽക്കുന്നത്. ഈ നേരത്തെ ഈ കുളിക്കാനൊക്കെ അവിടെ വലിയ സജ്ജീകരണങ്ങളുണ്ടോ? കുഴപ്പമില്ല, സജ്ജീകരണങ്ങളുണ്ട്. ഒഴുക്കുണ്ട്. ഒഴുക്ക് അധികം ഇല്ലെങ്കിലും ഉണ്ട്, ഒഴുക്കുണ്ട്. കയറൊക്കെ കെട്ടിയിട്ട് ഒക്കെ അങ്ങനെ വൃത്തിയാക്കി വെച്ചിട്ട് രാവിലെ നല്ല തിരക്കുണ്ട്. നല്ല തിരക്കുണ്ട്. എല്ലാവർക്കും നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ എല്ലാ പ്രാവശ്യവും തിരക്ക് ഇവിടെ അനുഭവപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ഇത്തവണയും വലിയ രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ എല്ലാവരും വലിയ രീതിയിലുള്ള തിരക്കിലാണ്. അവരൊക്കെ ഒന്ന് സംസാരിക്കണമെന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും മറ്റു വിശേഷങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റു കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. പുലർച്ചെ 4 മണിക്ക് തുടങ്ങിയ ബലിതർപ്പണ ചടങ്ങുകളാണ്. ചടങ്ങുകൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ക്ഷേത്രത്തിലെ എല്ലാ ദിവസവും പിതൃതർപ്പണം നടക്കുന്നുണ്ട്, ഈ കർമ്മങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ക്ഷേത്രത്തിനോട് എല്ലാവർക്കും അത് നമ്മളെ നല്ല മഹാവിഷ്ണു സങ്കല്പത്തിലൊരു പിതൃ നമസ്കാരം, ബലികർമ്മം, അതേപോലെ നമ്മളെ പ്രഭാത ഭക്ഷണം, മറ്റ് തിലഹോമം എല്ലാം ഇന്ന് ഇവിടെ നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാവർക്കും ഇവിടെ വന്ന് ചെയ്യാനുള്ളൊരു മനസ്സിൽ, അതുകൊണ്ടാണ് ഈ തിരക്ക് ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത്. ഏകദേശം കൗണ്ടൊന്നും കൃത്യമായിട്ട് എണ്ണാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. എങ്കിൽ പോലും ഏകദേശം എത്ര പേര് ഇന്ന് ഒരു 2500 മേലെ ആൾക്കാർ ഇവിടെ കർമ്മങ്ങൾ കഴിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ ഒരു ഉദ്ദേശത്തിലുള്ളത്. അതിൽ കൂടുതലായിരിക്കും. കാരണം ഇനിയും നമ്മൾ കഴിഞ്ഞിട്ടില്ലല്ലോ, ക്യൂ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതൊരു 10 മണി വരെയെങ്കിലും ഈ കർമ്മങ്ങൾ ഇവിടെ നടക്കും. 4 മണിക്കാണ് നമ്മളിത് ആദ്യത്തെ ഇത് ഇരുന്നത്, ആദ്യം തുടങ്ങിയത്. പലരും പറഞ്ഞിരുന്നത് ഇന്ന് കർക്കിടവാവാണ്, ഇന്ന് മഴ പെയ്യണം, അതാണ് അതിൻ്റെ ഒരു ഇത് എന്നാണ് പറഞ്ഞത്. കർക്കിടവാവിന് മഴ പെയ്യും, അതാണല്ലോ. കർക്കിടവാവില്
ഒരു പഴഞ്ചൊല്ലുണ്ട്, അക്കരെ കാക്ക ഇക്കരെ കിടക്കില്ല എന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ട്. അത് മഴ കാരണം കിടക്കില്ല എന്നുള്ളതാണ്. അതാണ് ആ ഒരു പഴഞ്ചൊല്ലിൻ്റെ ഒരു അർത്ഥം. അതാണ് പിന്നെ എന്നാലും ഇക്കുറി നമുക്ക് പ്രകൃതി അനുഗ്രഹിച്ച് തന്നു. നല്ല എല്ലാവരും നന്നായിട്ട് സന്തോഷമായിട്ട് ചെയ്തു പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ഇത് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാലോ. ഓരോരുത്തരും ഇവിടെ ബലിതർപ്പണം കഴിഞ്ഞ് മനസ്സ് നിറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ മനസ്സ് സന്തോഷമായിട്ടാണ് തിരിച്ചു പോകുന്നത്. കാരണം പിതൃക്കൾക്ക് മോക്ഷം കിട്ടി എന്ന് മനസ്സുകൊണ്ടും സ്വയം എന്താ പറയുക, ആ ഒരു ആത്മസമൃദ്ധി അടഞ്ഞിട്ടാണ് എല്ലാവരും പോകുന്നത്. അതെ, അതിനൊരു പ്രത്യേകത എന്താണെന്നറിയോ, നമ്മുടെ ഈ കാളികടവ് ക്ഷേത്രത്തിൽ പിന്നെ ബലിയിടുന്നതിന് കഴിഞ്ഞതിന് ശേഷം പിതൃ നമസ്കാരം എന്ന് പറഞ്ഞിട്ടൊരു കർമ്മമുണ്ട്. അതെ 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 അത് നെയ്വിളക്ക് വെച്ച് നമ്മൾ പിതൃക്കളെക്ക് വേണ്ടിയിട്ട് മഹാവിഷ്ണു സങ്കല്പത്തിൽ 12 നമസ്കാരം അത് പിന്നെ എവിടെയും പിന്നെ ഈ ഒരു ചടങ്ങ് ഉണ്ടാവാൻ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ അങ്ങനെ ഒരു ചടങ്ങും കൂടി ഉണ്ട്. അതുകൊണ്ടാണ് അത് എല്ലാവർക്കും തൃപ്തിപ്പെടുന്നത്. അത് നമ്മൾ ഈ ബലി കഴിഞ്ഞാൽ മഹാവിഷ്ണുവിനെ സ്തുതിച്ച് നമസ്കരിക്കുന്ന കർമ്മം ഇവിടെ നമ്മൾ അത് എന്നും ഉണ്ട്. എല്ലാ ദിവസവും ഇവിടെ ബലികർമ്മങ്ങൾ നടക്കുന്നുണ്ട്. അത് എന്നും അത് ഉണ്ട്. അതൊക്കെയാണ് ആൾക്കാർ സാധാരണഗതിയിൽ ആ ഒരു ചടങ്ങുകൾ അധികം ക്ഷേത്രങ്ങളിൽ കാണാറില്ല. ഇല്ല, നമ്മൾ അത് ഇവിടുത്തെ തന്ത്രി തിട്ടപ്പെടുത്തി നമുക്ക് പിന്നെ തന്നതാണ്. അതുകൊണ്ടാണ് ആ കർമ്മം ഇവിടെ നടക്കുന്നത്. വേറെ എവിടെയും ഞാനും കണ്ടിട്ടില്ല. അപ്പോൾ അതിൽ എല്ലാവർക്കും ഒരു മനസ്സിന് സന്തോഷമായിട്ട് പോകാനുള്ളൊരു കർമ്മമാണത്. ഇതിൽ മറ്റൊരു പ്രത്യേകത ഇവിടെ വന്നപ്പോൾ കണ്ടിരുന്നത് സ്റ്റൂളിൽ കൃത്യമായിട്ട് ഇരുന്ന് ആളുകൾക്ക് സമാധാനപരമായിട്ട് ദർപ്പണം നടത്താം എന്നുള്ളതാണ്. അതാണ് അതെന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഈ സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് നിലത്തിരുന്ന് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതാണ് സ്റ്റൂളും ഡെസ്കും ഇട്ടിട്ട് ഉള്ളത്. അപ്പോൾ ഏത് വയ്യാത്ത ആൾക്കും നമുക്ക് ഇവിടെ വന്നാൽ ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? നമ്മൾ സ്റ്റൂളിൽ ഭക്ഷണത്തിന് ഇരിക്കുന്ന മാതിരി തന്നെ നമ്മൾ ചെയ്യാണ്. അപ്പോൾ മുട്ടുമടക്കിയിരുന്ന് ചെയ്യേണ്ട കാര്യമില്ല. അതാണ് ഇവിടെ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞത്, എല്ലാ ക്ഷേത്രത്തിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഇവിടെ വരുന്ന ബലിതർപ്പണം നടന്ന എല്ലാവർക്കും ലഘുഭക്ഷണം കൂടി ഉണ്ട്. അത് എല്ലാ സമയത്തും ഉണ്ട്. നമുക്ക് ഇവിടെ കഴിഞ്ഞ് പോകുന്ന എല്ലാവർക്കും ലഘുഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട്. ചായ മാവ് എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. എത്ര പേര് വന്നവർക്കൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അതേപോലെ തന്നെ ഇവിടെ ഉത്സവത്തിനും അതേമാതിരി 7 ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരേക്കും പിന്നെ അന്നദാനമുണ്ട്. 7 ദിവസം. ചേട്ടൻ പറഞ്ഞതുപോലെ ഇവിടെ ഏത് ദിവസം വന്നാലും ബലിതർപ്പണം നടത്താം. എല്ലാ ദിവസവും ഇവിടെ ഒരു ദിവസം ബലിക്ക് വരുന്ന ആൾക്കാർക്ക് അത് മുടക്കല്ലാതെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് ഇനി 15ൻ്റെ അടിയന്തരമായാലും പിന്നെ കൊല്ലത്ത് ചെയ്യുന്ന ശാരദമായാലും ഇവിടെ എല്ലാ ദിവസവും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. വെള്ളം എങ്ങനെയുണ്ട്? പുഴയിലെ വെള്ളം ഇപ്പോൾ കമ്മിയായിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് എല്ലാവർക്കും കുറി ചെയ്യാനും കുളിക്കാനും എല്ലാം സൗകര്യമായിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, പുഴയിൽ ഇറങ്ങാൻ പറ്റാത്ത ആളുകൾക്ക് തോണിയിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് മുക്കി കുളിക്കുകയും ചെയ്യാം. ഏത് ചെറിയ കുട്ടി വന്നാലും ഏറ്റവും മുതിർന്ന ആൾ വന്നാലും സമാധാനപരമായിട്ട് ചെയ്തു പോകാനുള്ള ഒരു സൗകര്യം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളൊരു സന്തോഷം. എന്തായാലും തിരക്കാണ്. അടുത്ത ആളുകൾക്ക് ചെയ്യാനുള്ള ഒരു സമയം ആയിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ മറ്റു ക്ഷേത്രങ്ങളിലൊന്നും ഇല്ലാത്തതുപോലെ ഈ ബലിതർപ്പണം കഴിഞ്ഞ ശേഷം വീണ്ടും ഒരു പ്രത്യേക ഒരു ചടങ്ങ് ഇവിടെ നടക്കുന്നുണ്ട്. അത് നേരത്തെ ചേട്ടൻ പറഞ്ഞതുപോലെ ഒരു അവരെ സ്മരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രത്യേക ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ലഘുഭക്ഷണം, അതായത് ഇവിടെ വന്ന എല്ലാവർക്കും ലഘുഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ക്ഷേത്രത്തിൽ വരുന്ന ബലിതർപ്പണം നടത്തുന്ന ആ ബലിതർപ്പണത്തിനൊപ്പം കൂടെ വരുന്ന എല്ലാവർക്കും ഇവിടെ ക്ഷേത്രത്തിനകത്ത് അവർക്ക് അതിനായിട്ടുള്ള ലഘുഭക്ഷണം കൂടി ഒരുക്കിയിട്ടുണ്ട്. 2500-ൽ പരം പേരാണ് ഇപ്പം നിലവിൽ ഇവിടെ ഏകദേശം ഒരു കൗണ്ട് അവർ പറഞ്ഞത് 2500-ൽ പരം ആളുകളാണ് ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾ നടത്തി ഇപ്പോൾ ഈ സമയം വരെ നടത്തിയിട്ടുള്ളത്. അതിനുശേഷം അവർക്ക് ഇവിടെ വന്ന് ലഘുഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം കൂടി ഒരുക്കിയിട്ടുണ്ട്. ഈ പോലീസിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു സുരക്ഷ ഇവിടെ ഈ ക്ഷേത്രത്തിനകത്ത് കൃത്യമായിട്ട് തന്നെ അവർ വലിയ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. വെള്ളത്തിന് നല്ല രീതിയിൽ ഒഴുക്കുണ്ട്. ആ ഒഴുക്കിനെ കൃത്യമായിട്ട് തന്നെ ആളുകൾ പുഴയിലേക്ക് ഇറങ്ങാതിരിക്കാനും ആ പുഴയിലേക്ക് ഇറങ്ങുമ്പോൾ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കാനും എല്ലാ രീതിയിലുള്ള പോലീസ് സന്നാഹം ഇവിടെയുണ്ട്. എന്തായാലും വലിയ രീതിയിൽ തന്നെ ആളുകൾ ഈ ക്ഷേത്രത്തിനകത്ത് കൃത്യമായിട്ടുള്ള ചടങ്ങുകൾ കൃത്യമായിട്ട് തന്നെ പാലിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ ലഘുഭക്ഷണം ഇവിടെ എല്ലാവർക്കും ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ വരുന്ന എല്ലാവർക്കും, അതായത് ഈ നേരത്തെ ബലിതർപ്പണം നടത്തുന്നവർക്കും കൂടെ വരുന്നവർക്കും എല്ലാവർക്കും ഒരു ചായയും
അതുപോലെ തന്നെ ഉപ്പുമാവുമാണ് ഇവിടെ ഇവർ ഒരു കൃത്യമായിട്ട് ഒരുക്കിയിട്ടുള്ളത്. എല്ലാവർക്കും ഉണ്ട്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ വരുന്ന എല്ലാവർക്കും ലഘുഭക്ഷണം ഉണ്ട്. എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും ഉണ്ട്. ഒരാളെ ഒഴിവാക്കി അപ്പൊ നമുക്കുണ്ട്. എല്ലാവർക്കും നിങ്ങൾ പ്രത്യേകിച്ച് അതെ. എന്താണ് ഇന്നത്തെ ഒരു ലഘുഭക്ഷണത്തിന്റെ മെനു? മെനു ഉപ്പുമാവ്, ചുക്ക് കാപ്പി, ഇത്രയാണ്. എന്തുപ്മാവാ? ഗോതമ്പ് ഗോതമ്പ് മിക്സഡ്, എല്ലാ റവയും എല്ലാ മസാലകളും ചേർത്തിട്ട് നല്ല ഉപ്പുമാവാണ്. ഞാനിങ്ങനെ പറയായിരുന്നേ, ഇതിൽ എത്ര പേര് വന്നോ അവർക്കെല്ലാം ഇവിടെ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ടെന്ന്. ഓക്കെ അല്ലേ? എത്ര പേര് വന്നാലും ഉണ്ട്. നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ 2500 നിന്ന് കൗണ്ട് കൂടിയിട്ടുണ്ട്. 2500-ലധികം ആളുകളാണ് ഇപ്പൊ നിലവിൽ ഇവിടെ ബലിതർപ്പണം കഴിഞ്ഞിരിക്കുന്നത്. അവർക്ക് എല്ലാവർക്കും, അവരെ കൂടെ വന്നവർക്കും എല്ലാവർക്കും ഇവിടെ ഭക്ഷണം ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് കാളികടവ് ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. എന്തായാലും ഈ കർക്കിടക വാവുബലി ദിവസം പിതൃസ്മരണയിൽ എല്ലാവരും ഒരേ സമയം ഇന്ന് ബലിതർപ്പണം നടത്തിയിരിക്കുന്നു. ക്യാമറ പേഴ്സൺ ബാദുഷാ നെല്ലായിക്കൊപ്പം നിഖിൽ ദേവരാജ്, മൺസ്. സ്വപ്നങ്ങൾ സ്വർണമായി ആഘോഷമായി ഗോൾഡ് സ്വന്തമായി എന്തായിരിക്കും അതിന് ഇത്ര സ്പെഷ്യൽ ആക്കുന്നത്? ജീവിതത്തിലെ വിശേഷ അവസരങ്ങൾക്ക് അത് നൽകുന്ന തിളക്കമാണോ? അതോ ഏറെ പ്രിയപ്പെട്ടവർക്ക് അറിഞ്ഞു നൽകുന്ന ഒരു സമ്മാനത്തിന്റെ സംതൃപ്തിയായിരിക്കും? പാരമ്പര്യം, ഡിസൈൻസ്, ക്രാഫ്റ്റ്മാൻഷിപ്പ്, അല്ലെങ്കിൽ സേഫ് ആയ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആയതുകൊണ്ടാണ്? പക്ഷെ എൻ്റെ മനസ്സ് പറയുന്നു അത് ഇതിനൊക്കെ അപ്പുറത്ത് എന്തോ കൂടിയാണെന്ന്. സ്വർണം അത് അണിയുന്നവരെ കുറിച്ചാണ്, അവരുടെ സ്വപ്നങ്ങളെക്കുറിച്ചാണ്. Look at her. She's gold. Her dreams are gold.